മോശം അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത്. ഗ്രേസ് ആന്റണി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. സിനിമയിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നടി ഗ്രേസ് ആന്റണി. ഓഡീഷൻ വഴിയാണ് താൻ സിനിമാ രംഗത്തേക്ക് വന്നത്. ഹാപ്പി വെഡിങ് ആയിരുന്നു ആദ്യ സിനിമ. അതിലെ അഭിനയം കണ്ടിട്ടാണ് മറ്റു സിനിമകളിലേക്ക് വിളിച്ചത്. കാസ്റ്റിംഗ് കൗച്ചോ മറ്റ് ദുരനുഭവങ്ങളോ ഉണ്ടായിട്ടില്ല. ലൊക്കേഷനിൽ താമസവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും എല്ലാം സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വേദന തോന്നി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖലയിലെ എല്ലാ നടീനടന്മാരെയും ബന്ധപ്പെടുത്തി വരുന്ന വാർത്തകൾ തന്റെ കാര്യത്തിൽ വാസ്തവ വിരുദ്ധമാണെന്നും അത്തരത്തിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് വേദനാജനകമാണെന്നും ഗ്രേസ് ആന്റണി പറയുന്നു. ദൈവം സഹായിച്ച് സിനിമാ മേഖലയിൽ നിന്ന് എനിക്ക് ദുരനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. തുല്യവേതനം വേണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു സിനിമ വിറ്റുപോകുന്നത് അത് ആരെ മുൻനിർത്തി എടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു താരത്തെ മുൻനിർത്തി സിനിമ എടുത്താൽ അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എനിക്ക് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ മാന്യമായ പ്രതിഫലം നമുക്ക് കിട്ടണം. തുടക്ക സമയത്ത് എനിക്ക് വലിയ പ്രതിഫലം കിട്ടിയില്ല. അത് ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. അന്നൊക്കെ നമ്മുടെ യാത്രാ ചിലവും താമസ സൗകര്യവും മാത്രമൊക്കെ കിട്ടിയുള്ളൂ. അതൊക്കെ ഒരു പരാതിയും പറയാൻ കഴിയാത്ത രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്റെ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് ന്യായമായ ഒരു പ്രതിഫലം ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഏത് ജോലിയിലായാലും ഒരു കഷ്ടപ്പാടിന്റെ കാലമുണ്ടാകും. അത് കഴിയുമ്പോഴായിരിക്കും നല്ല പ്രതിഫലമൊക്കെ ലഭിക്കുക. ഒരു സിനിമയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് സുരക്ഷയും വസ്ത്രം മാറാനും ടോയ്ലറ്റിൽ പോകാനും വൃത്തിയും സുരക്ഷയുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല. പുരുഷന്മാർക്ക് എവിടെ നിന്നും ഡ്രസ്സ് മാറാം. സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് ഒരു കോമൺ സെൻസ് ആണ്. ഗ്രേസ് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതായി അറിഞ്ഞു. പക്ഷേ അതിൽ എന്താണുള്ളതെന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഇതിൽ ദുരനുഭവങ്ങൾ നേരിട്ടത് ആരാണെന്നറിയില്ല. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവരെയും ഒരുപോലെ അടച്ചാക്ഷേപിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. അതിൽ ദുഃഖമുണ്ട്. നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരുടെ മുഖത്തുകൂടി കരിവാരി തേക്കുന്ന അവസ്ഥയാണുള്ളത്. സിനിമാ മേഖലയിൽ ദുരനുഭവം നേരിട്ടവർ ഉണ്ടാകാം. പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണരുത് എന്നാണ് പറയാനുള്ളത്. ഗ്രേസ് ആന്റണി പറയുന്നു.